എല്ലാവർക്കും നമസ്കാരം. രത്നം വേൾഡിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ. നമ്മൾ മാത്രമല്ല ഉള്ളൂ അല്ലേ? നമ്മുടെ ശരീരം നമുക്ക് സ്വന്തം ആരാണ്? നമ്മളുടെ ശരീരമാണ് നമുക്ക് സ്വന്തം. മറ്റെന്തിനേക്കാളും നമുക്ക് സ്വന്തമായിട്ടുള്ള നമ്മുടെ ശരീരമാണ് അല്ലേ? നമ്മളെവിടെ പോയാലും നമ്മളെന്ത് ചിന്തിച്ചാലും പ്പെട്ടാലും എല്ലാം നമുക്ക് സ്വന്തമായിട്ടുള്ളത് ആരാണ്? ശരീരം മാത്രമാണ്, നമ്മൾ തന്നെയാണ് അല്ലേ? അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ്. നമുക്ക് എന്തെങ്കിലും ടെൻഷൻ ഉണ്ടെങ്കിൽ അത് ആരാണ് അതിനെ ഏറ്റെടുക്കുന്നത്? നമ്മുടെ ശരീരമാണ് അല്ല? വേറൊരാളാണോ? നമ്മൾക്കൊരു ടെൻഷൻ വന്നാൽ നമ്മളുടെ ശരീരം അത് ഏറ്റെടുക്കുകയും അത് കാരണം നമ്മൾക്ക് ഓരോരോ അസുഖങ്ങൾ വരും. അതായത് ടെൻഷൻ. നമ്മളൊരു ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ഡോക്ടർ ചോദിക്കത്തില്ലേ, നമുക്ക് ബ്ലഡ് പ്രഷറോ അല്ലെങ്കിൽ അസിഡിറ്റിയോ ഒക്കെ ഉണ്ടെങ്കിൽ ഡോക്ടർ ചോദിക്കും എന്തെങ്കിലും ടെൻഷൻ ഉണ്ടോ അല്ലേ? അപ്പോൾ അതെന്താണ്? അപ്പോൾ നമ്മുടെ ശരീരം നമ്മളുടെ മനസ്സും നമ്മളുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ നമ്മുടെ ശരീരത്തിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ അത് നമ്മുടെ മനസ്സിനെ ബാധിക്കുകയും മനസ്സിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ നമ്മുടെ ശരീരത്തെ ബാധിക്കുകയും ചെയ്യും, ഇല്ലയോ? നമ്മുടെ മനസ്സും ശരീരവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ നമ്മുടെ ശരീരത്തെ നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ടത് നമ്മുടെ അത്യാവശ്യമല്ലേ? നമ്മളുടെ ആവശ്യമല്ലേ അത്? അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞു വരുന്നത് ഓണമൊക്കെ അല്ലേ? അപ്പോൾ നമ്മുടെ ശരീരത്തെ ഒന്നും ആരും ശ്രദ്ധിക്കത്തില്ല. നമ്മൾ പുരുഷന്മാരാണെങ്കിൽ ലഹരി വസ്തുക്കളിലേക്ക് നീങ്ങും. സ്ത്രീകൾ എന്തെല്ലാം കൊഴുപ്പ് ചേർന്ന വിഭവങ്ങൾ തയ്യാറാക്കി നമ്മളെല്ലാവർക്കും കൊടുക്കുകയും നമ്മൾ കഴിക്കുകയും ഒക്കെ ചെയ്യും. നമ്മളിതൊക്കെ കഴിക്കുന്നത് നല്ലതാണ്, നല്ല ടേസ്റ്റിയാണ്, നമുക്ക് കഴിക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. നമുക്ക് വർഷത്തിലൊരു പ്രാവശ്യം വരുന്ന ആഘോഷം നമ്മളത് നല്ലതുപോലെ ആഘോഷിക്കുക തന്നെ ചെയ്യണം. പക്ഷേ എങ്കിലും നമ്മളെ ഒന്ന് ശ്രദ്ധിക്കുകയും കൂടെ ചെയ്യണം. അപ്പം ഞാനിപ്പോൾ പറഞ്ഞു വരുന്നത് നമ്മുടെ ജീവിത ശൈലി രോഗങ്ങളെക്കുറിച്ച് ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തായിരുന്നു. അതിൽ ഞാൻ ക്യാൻസർ രോഗത്തെ തടയുന്നതിന് വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും എന്നതിനെക്കുറിച്ചും ഞാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ജീവിതശൈലി രോഗമായ രക്തസമ്മർദ്ദം, അതായത് ഹൈപ്പർ ടെൻഷൻ അല്ലെങ്കിൽ ബ്ലഡ് പ്രഷർ എന്നൊക്കെ പറയും. നമ്മുടെ അമ്മമാരൊക്കെ എവിടെയെങ്കിലും ചോദിക്കുക, അമ്മ എവിടെ പോവുക? അത് ഞാൻ പ്രഷർ നോക്കാൻ പോവാം എന്ന് പറഞ്ഞാൽ പ്രഷർ, രക്തസമ്മർദ്ദം അല്ലെങ്കിൽ ബ്ലഡ് പ്രഷർ. അപ്പോൾ ഇതിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ഇത് നമ്മുടെ ശരീരത്തിൽ ഈ ബ്ലഡ് പ്രഷർ എല്ലാം ഞാൻ പറഞ്ഞില്ല, എല്ലാം നമ്മുടെ ശരീരത്തിൽ നമ്മുടെ ആവശ്യത്തിന് നമ്മുടെ ശരീരത്തിൽ ഉള്ള വസ്തുക്കളാണ് ഇതെല്ലാം. അപ്പം ബ്ലഡ് പ്രഷർ നമ്മുടെ ശരീരത്തിൽ നോർമലായിട്ട് ഉണ്ട്. അതിൻ്റെ അളവെന്ന് പറയുന്നത് നോർമൽ. ഒരു ആരോഗ്യമുള്ള ഒരു വ്യക്തി എന്ന് പറയുമ്പം എല്ലാവർക്കും ആരോഗ്യമുണ്ട്, ആർക്കും ആരോഗ്യക്കുറവില്ല. അപ്പം നമ്മൾ വിചാരിക്കും കനക്കുറവുള്ളവർക്ക് ആരോഗ്യമില്ല, നല്ല വണ്ണവും തടിയും ഒക്കെ ഉള്ളവർക്കാണ് ആരോഗ്യം എന്ന് പറയുന്നത്. അങ്ങനില്ല. ആരോഗ്യം എന്ന് പറയുന്നത് നല്ല രോഗമില്ലാത്ത അവസ്ഥയ്ക്കാണ് ആരോഗ്യം എന്ന് പറയുന്നത് അല്ലേ? അല്ല കുറേ തടിയും ഒക്കെ വെക്കുന്ന ഒരാൾ നല്ല ആരോഗ്യം. അപ്പം ആരോഗ്യം എന്ന് പറയുന്നത് രോഗമില്ലാത്ത അവസ്ഥ. അതായത് രോഗം എന്ന് പറയുമ്പോൾ നമുക്ക് പ്രഷർ അല്ല ബ്ലഡ് പ്രഷർ, അതായത് രക്തസമ്മർദ്ദം, ഷുഗർ, ഇങ്ങനെയൊക്കെയുള്ള അസുഖങ്ങളെന്ന് പറഞ്ഞൊരു അസുഖമല്ല. അത് നമ്മുടെ ശരീരത്തിലുള്ള ഒരു കാര്യം. അത് അമിതമായിട്ട് നമ്മളുടെ ഭക്ഷണ രീതിയിലും നമ്മുടെ ജീവിതശൈലിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ കാരണം അതിൻ്റെ അളവ് കൂടുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ ഈ ഒരവസ്ഥ കൂടിക്കഴിഞ്ഞാൽ നമ്മളെ രോഗത്തിലേക്ക് നയിക്കും, മനസ്സിലായി? അപ്പോൾ അത് കൂടാതെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് ഇതേ അളവിൽ തന്നെ കാത്തു സൂക്ഷിച്ച് കൊണ്ടു നടക്കണം. അതായത് നമ്മുടെ രക്തസമ്മർദ്ദം, അതായത് ബ്ലഡ് പ്രഷർ, ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്ന നമ്മുടെ ശരീരത്തിൽ നോർമൽ ആയിട്ടുള്ള ഒരു ആരോഗ്യമുള്ള അല്ലെങ്കിൽ ഒരു വ്യക്തിയിൽ ഒരു പ്രായപൂർത്തിയായ അല്ലെങ്കിൽ ഒരു മനുഷ്യർക്ക് ആവശ്യമായിട്ടുള്ള ബ്ലഡ് പ്രഷർ അല്ലെങ്കിൽ ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്നത് 120/80. അപ്പോൾ 120/80 അല്ലെങ്കിൽ ചിലപ്പോൾ 110/70
അല്ലെങ്കിൽ 100, 60 അങ്ങനെയൊക്കെയുള്ള റേഞ്ചിലൊക്കെ വരും. അത് ഓരോരുത്തരുടെ ശരീരഘടന അനുസരിച്ച് അതേ രീതിയിൽ വരും. നമ്മൾ ഈ 120-ൽ താഴോട്ട്. പക്ഷെ 120-ൽ മുകളോട്ട് പോയാൽ അത് നമുക്ക് പ്രശ്നമാണ്. അതായത് 120-ന് മുകളിൽ 130, 80 താഴെ, അതായത് ഈ റേഞ്ചിന് പറയുന്നത് 120, 80 എന്നുള്ള ഒരു കണക്കിന് പറയുന്ന, മെഡിക്കലി പറയുന്നത് 120-ന് സിസ്റ്റോളിക് എന്നും, അതായത് ഉയർന്ന രക്തസമ്മർദ്ദം. നമ്മുടെ നമ്മുടെ ഈ രക്തക്കുഴലുകളിലൂടെ പമ്പ് ചെയ്യുമ്പോഴുള്ള ഒരവസ്ഥ, അത് ഞാൻ പിന്നീട് വിശദമായിട്ട് പറയാം. അപ്പോൾ അത് മുകളിലത്തേത് സിസ്റ്റോളിക് എന്നും താഴത്തേത് ഡയസ്റ്റോളിക് എന്നുമാണ് പറയുന്നത്. അതിൻ്റെ ഈ സമ്മർദ്ദത്തിനെ സൂചിപ്പിക്കുന്നതാണത്. അത് വിശദമായിട്ട് ഞാൻ പിന്നീട് പറയാം. അപ്പോൾ കുറഞ്ഞത് 80-ഉം കൂടിയ അളവ് 120-ഉം. അപ്പോൾ അത് നമുക്ക് കുഴപ്പമില്ല. നേരെ മറിച്ച് നമുക്ക് 130, 80 ആയാലും കുഴപ്പമില്ല. പിന്നെ 130 സിസ്റ്റോളിക്കും 90 ഡയസ്റ്റോളിക്കുമായാൽ അത് നമ്മൾ പ്രശ്നമാണ്, ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ BP എന്ന ഹൈപ്പർ ടെൻഷൻ എന്ന രോഗം വരാനുള്ള ഒരു സാധ്യത ചൂണ്ടിക്കാണിക്കുന്നതാണത്. അതായത് 130, 90. അപ്പോൾ ആ ഒരു റേഞ്ചിൽ നമുക്ക് 40 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ ആ ഒരു റേഞ്ച് കുഴപ്പമില്ല. 130 അല്ലെങ്കിൽ 140, 90 ആയാലും കുഴപ്പമില്ല. നമ്മൾ ഭക്ഷണം നിയന്ത്രിച്ച് ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ BP കൂടുന്നുണ്ടോ എന്ന് ശ്രദ്ധിച്ചാൽ നമ്മൾക്ക് മതിയാവും. പിന്നെ ആവശ്യത്തിനുള്ള എക്സസൈസും ഭക്ഷണത്തിൽ ആഹാര നിയന്ത്രണം എന്ന് പറയുമ്പോൾ നമ്മുടെ ഭക്ഷണത്തിലെ ആഹാര നിയന്ത്രണം ഉപ്പിൻ്റെ അളവ് കുറയ്ക്കുക എന്നുള്ളതാണ്. ഉപ്പെന്ന് പറയുമ്പോൾ പണ്ടൊക്കെ ഈ പ്രഷറിൻ്റെ അസുഖം അല്ലെങ്കിൽ ഹൈപ്പർ ടെൻഷനൊക്കെ ഉള്ളപ്പം മിക്ക അമ്മമാരും നമ്മളോട് പറയും, നമ്മൾ ചോദിക്കുമ്പോൾ പറയാം, മോളെ ഞാൻ ഇന്ദുപ്പാണ് കഴിക്കുന്നത്. ഇന്ദുപ്പ് എന്തുവാണെന്ന് എനിക്ക് അറിയില്ല, ഞാൻ കണ്ടിട്ടില്ല, സത്യം പറയുക. അപ്പോൾ ഇന്ദുപ്പ് കഴിക്കാം. ഞങ്ങൾ ഉപ്പിന് വരെ അപ്പോൾ എന്തിനാ ഇന്ദുപ്പ് കഴിക്കുന്നത്? നമ്മൾ ആവശ്യത്തിന് ഉപ്പ് കഴിച്ചാൽ മതി, അമിതമായിട്ട് ഉപ്പ് കഴിക്കണ്ട. അപ്പോൾ നമ്മുടെ ഭക്ഷണത്തിൽ ഞാൻ മിക്ക ആൾക്കാരോടൊക്കെ ചോദിക്കുമ്പം പറയും, ഞങ്ങൾ കറിക്കകത്ത് ഉപ്പിടും, ചോറിനകത്ത് ഉപ്പിടും, പിന്നെ നമ്മുടെ തീന്മേശയിൽ ഞാൻ കണ്ടിട്ടുണ്ട് ഉപ്പ് ഈ ഹോളുള്ള ഒരു ടിന്നിനകത്ത് ഇങ്ങനെ വെച്ചിരിക്കും, സൗകര്യത്തിനിങ്ങനെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലോട്ട് കുടഞ്ഞിടാൻ വേണ്ടി. അപ്പോൾ അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. നമ്മളുടെ ഉപ്പെന്ന് പറയുന്നത് ഒരു അപകടകാരിയാണ്. നമുക്ക് അനാവശ്യമായിട്ട് ഉപ്പ് നമ്മുടെ ശരീരത്തിന് സോഡിയം വേണം, സോഡിയം പൊട്ടാസ്യം ഒക്കെ ആവശ്യത്തിന് വേണം. അതില്ലെങ്കിൽ നമുക്ക് അപകടമാണ്. അപ്പം സോഡിയം എന്ന് പറയുന്നത് കൂടിയാൽ നമുക്ക് ഇതേപോലുള്ള പ്രഷർ ഒക്കെ ഉണ്ടാകാനുള്ള, ഹൈപ്പർ ടെൻഷൻ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് നമ്മൾ പിന്നെ നോർമൽ റേഞ്ചിലുള്ള അവസ്ഥയാണല്ലോ നമ്മൾ പറഞ്ഞത്. അപ്പം 40 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ ഈ 130, 90 അല്ലെങ്കിൽ 140, 90 ഒക്കെ ആയാലും കുഴപ്പമില്ല. പിന്നെ നമ്മൾ കൂടാതെ ഭക്ഷണം നിയന്ത്രിച്ച് ഉപ്പ് കുറയ്ക്കുകയല്ല, നമ്മൾ അമിതമായിട്ട് ഉപ്പ് വേണ്ട. നമ്മളുടെ ഭക്ഷണത്തിന് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക. അതുപോലെ തന്നെ ചോറിനകത്ത് ഉപ്പിടാതിരിക്കുക. ചോറിനകത്ത് ഉപ്പിട്ടാൽ നമ്മൾ ഭയങ്കര അപകടമാണ്. നമ്മൾക്ക് ആയാലും നമ്മുടെ തലമുറകൾക്കായാലും നമ്മുടെ കുഞ്ഞുങ്ങൾക്കായാലും അപ്പം നമ്മൾ അമിതമായിട്ട് ഉപ്പ് ഉപയോഗിച്ചാൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്കും വരും പ്രഷർ, രക്തസമ്മർദ്ദം, അതായത് ഹൈപ്പർ ടെൻഷൻ കുഞ്ഞുങ്ങൾക്കും വരാനുള്ള സാധ്യത. അതുകൊണ്ട് കുഞ്ഞുങ്ങളെ നമ്മളിപ്പോഴേ ഇങ്ങനെ അമിതമായിട്ടുള്ള ഉപ്പ് കൊടുത്ത് ശീലിപ്പിക്കരുത്. നമ്മുടെ ഭക്ഷണത്തിൽ ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ചോറിനകത്തൊരു കാരണവശാലും ഉപ്പ് അപ്പോൾ അമിതമായി പോകും ഉപ്പ്. പിന്നെ തീന്മേശയിലിരിക്കുന്ന ആ ഹോളുള്ള കുപ്പിക്കകത്തൊന്നും കുടഞ്ഞിട്ട് ഉപ്പ് കഴിക്കുക. അപ്പോൾ അത് കഴിച്ചാൽ നമുക്ക് അപകടമാണ്. അങ്ങനെയുള്ള ഉപ്പിൻ്റെ ഉപയോഗം അങ്ങ് നിർത്തണം. പിന്നെ നമ്മുടെ ഈ പ്രഷർ അല്ലെ ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്നത് നമുക്ക് പ്രത്യേകിച്ച് ലക്ഷണങ്ങളൊന്നും കാണിക്കുന്ന ഒരു അസുഖമല്ല. ഇപ്പം നമുക്ക് തലവേദന, പനി, ചുമ, വയറിളക്കം ഇതൊക്കെ വരുമ്പോൾ നമുക്ക് ലക്ഷണമുണ്ട്. നമ്മൾ ഹോസ്പിറ്റലിൽ പോയി മരുന്ന് വാങ്ങി ഡോക്ടറെ കാണിക്കും. പക്ഷേ ഇതിന് നമുക്ക് ഹോസ്പിറ്റലിൽ പോകാൻ നമുക്ക് പ്രത്യേക ലക്ഷണമുണ്ട്. നമുക്ക് ഈ പ്രഷർ എന്ന് പറയുന്നത് നിശബ്ദ കൊലയാളി എന്നാണ് അറിയപ്പെടുന്നത്. അതായത് സൈലൻറ്റ് കില്ലർ. മനസ്സിലായോ? അത് സൈലൻ്റായിട്ടിരുന്നാണ് പതിയിരുന്നാണ് നമ്മളെ ആക്രമിക്കുന്നത്. നമ്മൾ ഇപ്പോൾ ആരോഗ്യത്തോടിരിക്കുന്ന ആളെന്തായാലും വീഴത്തില്ല. അവർക്ക് ആരോഗ്യത്തിന് പ്രശ്നം കാണുമല്ലോ. അപ്പോൾ അത് നമ്മൾ അറിയുന്നില്ല. അറിയാതെ തന്നെ ഞാൻ ഇന്നാളൊരു ടീച്ചറിൻ്റെ കഥ പറഞ്ഞല്ലോ.
ടീച്ചർ ഇതുപോലെ ഉറങ്ങാൻ കിടന്നാണ് രാവിലെ എണ്ണീച്ചപ്പോൾ ടീച്ചർ മരിച്ചു കിടന്നു. അതും വളരെ യങ്ങായിട്ടുള്ളൊരു ടീച്ചറാണ്, 46 വയസ്സുള്ളൊരു ടീച്ചർ. ആ കുടുംബം തന്നെ അനാഥമായി. അതിൻ്റെ കാരണം അവർ നേരത്തെ അവരുടെ ബോഡി ചെക്കപ്പ് ഒന്ന് നടത്താഞ്ഞിട്ടാണ്. പറഞ്ഞു വരുന്നത്, നമ്മൾ 35 വയസ്സ് കഴിയുന്ന എല്ലാ വ്യക്തികളും എല്ലാ മാസം 6 മാസം കൂടുമ്പോൾ നമ്മളുടെ ബോഡി ചെക്കപ്പ് നടത്തിയിരിക്കണം. അതായത് നമുക്ക് പ്രമേഹമുണ്ടോ അല്ലെ ഹൈപ്പർ ടെൻഷനുണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. ഈ ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്നത്, ഈ രക്തസമ്മർദ്ദം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ഇത് സൈലൻറ്റ് കില്ലറാണ്. ഇത് വരുന്ന വഴി നമ്മൾ അറിയത്തില്ല. അപ്പോൾ ഇതിൻ്റെ ലക്ഷണങ്ങളെന്ന് പറയുന്നത്, നമ്മുടെ കൈക്ക് ചിലപ്പോൾ ഒരു പെരുപ്പ് വരും, തലവേദന, ഒരു പെട്ടെന്നൊരു തലചുറ്റൽ, ഇതൊക്കെ. അപ്പം നമ്മൾ ഓർക്കും, തല ചുറ്റുന്നത് ചിലപ്പോൾ ചായ കുടിക്കാഞ്ഞിട്ടായിരിക്കും എന്ന് ഓർത്തൊരു ചായ കുടിക്കും. അല്ലെങ്കിൽ തലവേദന എടുക്കുന്നത് തലവേദന ക്ഷീണം കൊണ്ടായിരിക്കും എന്ന് പറഞ്ഞാൽ നമ്മളൊരു പാരസെറ്റാമോൾ മേടിച്ച് കഴിക്കും. അങ്ങനെയൊന്നും ഒരിക്കലും മേടിച്ച് കഴിക്കാൻ പാടില്ല. അപ്പം നമ്മൾക്ക് ഈ ഹൈപ്പർ ടെൻഷൻ കൂടുന്നതിൻ്റെ ലക്ഷണങ്ങളെന്ന് പറയുന്നത്, തലവേദന വരാൻ, തലയ്ക്ക് ഉച്ചിയിലൊക്കെ തലവേദന വരാൻ, ഒരു സൈഡിൽ പെരുപ്പ് വരാൻ, ചിലപ്പോൾ നമ്മുടെ ചിറിയൊക്കെ ഇങ്ങനെ ചെറുതായിട്ടൊക്കെ ഇങ്ങനെ ഒന്ന് കൂടുന്നതായിട്ടൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. അപ്പം നമ്മളിതൊന്നും വരാതിരിക്കാൻ വേണ്ടി വരാൻ വേണ്ടി കാത്തിരിക്കേണ്ട. നമ്മൾ 35 കഴിഞ്ഞിട്ടുള്ള എല്ലാ ആൾക്കാരും നമ്മൾ രക്തസമ്മർദ്ദം ഉണ്ടോ നമ്മളൊരു ഡോക്ടറെ ചെക്കപ്പ് നടത്തണം. എല്ലാ 6 മാസം കൂടുമ്പോഴും നമ്മൾ ഡോക്ടർമാരെ കണ്ട്, അല്ലെങ്കിൽ ഹെൽത്ത് സെൻ്ററുകളിൽ ചെന്ന് നമ്മളിതിൻ്റെ ബോഡി ചെക്കപ്പ് നടത്തില്ല. നമുക്ക് BP ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടുന്ന മരുന്ന് തരും. BP വരാനുള്ള സാധ്യതയാണെങ്കിൽ നമുക്ക് ഡോക്ടർ പറഞ്ഞു തരും, ഇന്നതുപോലൊക്കെ ചെയ്യണം, നിങ്ങൾ ഉപ്പ് കുറയ്ക്കണം. അതുപോലെ തന്നെ വ്യായാമം, എക്സസൈസ് വളരെ അത്യന്താപേക്ഷിതമായിട്ടുള്ളൊരു കാര്യമാണ് വ്യായാമം. ഇതൊക്കെ ചെയ്താൽ നമുക്കിത് ഒന്ന് നിയന്ത്രിച്ച് നിർത്താൻ പറ്റും. പിന്നെ നമ്മൾ ഉപ്പ് പിടിക്കുന്ന അച്ചാർ, നമ്മൾ ഏതൊരു വീട്ടിൽ ചെന്നാലും ഇപ്പോൾ ഒരു ഫാഷനാണ്, ഇഷ്ടംപോലെ കുപ്പികളിങ്ങനെ നിരത്തി വെച്ചിരിക്കും, പല പല സൈസിലെ അച്ചാർ. അതായത് മാങ്ങ അച്ചാർ, നാരങ്ങ അച്ചാർ, നെല്ലിക്ക അച്ചാർ. ഇതൊക്കെ അപകടമാണ്. ഇതിനൊക്കെ ഉപ്പ് വളരെയേറെ പിടിക്കുന്ന ഒരു അച്ചാറുകളാണ്. ഇതൊക്കെ കൂട്ടിയാൽ തന്നെ നമുക്ക് പ്രഷർ ഉണ്ടാകാനുള്ള സാധ്യത. അതുപോലെ തന്നെ ഉണക്കമീൻ, പപ്പടം, ഇതൊക്കെ നിരന്തരം, പപ്പടമൊക്കെ നിരന്തരം. അപ്പം നമ്മൾ പപ്പടം നിരന്തരം ഉപയോഗിക്കുന്നത് നമുക്ക് അപകടമാണ്. BP ഞാൻ പറഞ്ഞില്ല, കാരം, ഉപ്പ് ഒക്കെ കൂടുതൽ പപ്പടത്തിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ പപ്പടവും നിരന്തരം ഉപയോഗിക്കരുത്. നമുക്ക് വല്ലപ്പോഴും ഉപയോഗിക്കാം. ചില വീടുകളിലൊക്കെ ഇത് ടിന്നിനകത്ത് ആക്കി ഇങ്ങനെ അച്ചാറൊക്കെ വെച്ചിരിക്കുന്ന പോലെ തന്നെ ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ ഇതെടുത്ത് കഴിക്കുന്ന ഒരു ശീലമുണ്ട്. അതൊന്നും പാടില്ല. വല്ലപ്പോഴൊക്കെ നമുക്കൊരു ഫംഗ്ഷൻ വരുമ്പോഴോ, ഓണത്തിനോ, ഇപ്പോൾ ഓണമാണല്ലോ, ഓണത്തിനൊക്കെ നമ്മൾ വിവിധ പച്ചക്കറികളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അത് ബാലൻസ് ചെയ്തങ്ങ് പോയെങ്കിലും നമ്മൾ നിരന്തരം ഒന്നിൽ കൂടുതൽ പപ്പടം ഉപയോഗിക്കാൻ പാടില്ല. അത് നമ്മളുടെ ആരോഗ്യത്തിന് ദോഷം ചെയ്യുന്ന കാര്യങ്ങളാണ്. പിന്നെ കൂടുതൽ പറഞ്ഞ് ഞാൻ അതിക്രമിച്ച് പോകും. നമ്മുടെ സമയത്തിന് പരിധിയുണ്ട്. അപ്പോൾ ഇതിൻ്റെ കണ്ടിന്യൂവേഷൻ വീഡിയോ അധികമൊന്നും ഞാൻ പറഞ്ഞില്ല. BP പ്രഷറിനെ കുറിച്ച്, ബ്ലഡ് പ്രഷറിനെ കുറിച്ച് ഇനി ഒത്തിരി കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് സംസാരിക്കാറുണ്ട്. ഇനി അടുത്ത ഒരു വീഡിയോയിൽ ഞാനിത് പ്രതിപാദിച്ചുകൊണ്ട് സംസാരിക്കുന്നതായിരിക്കും. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെയും എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.